മുത്തേനബിയെ സത്യപൂനിലാവേ ഇസ്മിൻ പാലാവേ തന്നവരേ സ്നേഹമന്ദാരമേ അഴകിൽ തോവലേ എന്നിലെന്താടും മോഹമില്ലേ കാണാൻ കൽബിൽ ദാഹമില്ലേ മുത്തേനബിയെ സത്യപൂനിലാവേ ഇഷ്കിൻ പാലാഴി തന്നവരേ സ്നേഹമന്ദാരമേ അഴകിൻ തോവലേ എന്നിലെമ്പാടും മോഹമില്ലേ കാണാൻ കൽബിൽ ദാഹമില്ലേ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിനിഷ്ഠരായ പണ്ഡിതരെ, സദസ്സിൽ സന്നിഹിതരായ നല്ലവരായ നാട്ടുകാരെ, കാരണവന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു തആല നാം ഇവിടെ ഒരുമിച്ചും കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിന്റെ ഹഖ് ബറകത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മിൽ നിന്നും സംഭവിച്ചു പോയ സർവ്വവിധ കുറ്റങ്ങളും പുറത്തു നൽകട്ടെ. ഇനിയുള്ള ജീവിതമെങ്കിലും ആ റബ്ബിന്റെ പരിപൂർണമായ ത്വഅത്തിലായി ജീവിക്കാൻ അല്ലാഹു തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക്, ഇതുമായി സഹകരിച്ചവർക്ക് അല്ലാഹു തആല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സമയം വൈകിയത് കൊണ്ട് ഞാൻ ആമുഖം വിശാലമാക്കി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ വന്നിറങ്ങിയപ്പോ ഫ്ലക്സിൽ ഒരു 15 അതാണ് 15 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് വയസ്സൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല. അല്ലാഹു തആല നമുക്ക് അല്ലാഹുവിന്റെ വഴി പരിപൂർണമായ ത്വഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, സദാചാരത്തിന്റെയും ധർമ്മവിപ്ലവത്തിന്റെയും ഉണർത്തുപാട്ടുമായി അറേബ്യൻ ഭൂമികയിൽ ഓർവികതയുടെ മന്ദമാരുതനായി കടന്നു വന്ന ആദരമായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1491 ജന്മദിനം കൊണ്ട് ലോകം മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ അലയൊലി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മളും അത് തന്നെയാണ്. ആ ഹബീബിന്റെ അവദാനങ്ങൾ വാഴ്ത്താൻ, അവിടുത്തെ കീർത്തനങ്ങൾ പാടാനും പറയാനും വേണ്ടിയാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. ഇല്ലല്ലോ. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 1400 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ മാനവികതയെ ഉയർത്തി ഈ ലോകത്തേക്ക് കടന്നു വന്ന പുണ്യപ്രവാചകർ ഇന്ന് ലോകത്ത് പല നിലക്കാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ലോകത്ത് കടന്നു വന്ന ഏറ്റവും വലിയ ദാർശനികനായും ശാസ്ത്രീയ മേഖലകളിലേക്ക്, ശാസ്ത്രീയ സത്യങ്ങളിലേക്ക് വിരച്ചുകൊണ്ടിയ വലിയൊരു മഹാപ്രതിപാദനായും, അതിലപ്പുറം വലിയ സാമ്പത്തിക വ്യവസ്ഥയുടെ സ്ഥാപകനായും, അങ്ങനെ പല നിലക്ക് ലോകത്തിന് അള്ളാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ അതിനേക്കാളുപരി നമ്മൾ പരിചയപ്പെടേണ്ടത് ആത്മീയ റൂഹിന്റെ, നമ്മുടെ ആത്മാവിന്റെ പിതാവായ അള്ളാഹുവിന്റെ ഹബീബിനെയാണ്. ആധുനികനോട് ഉത്തരാധുനികനോട് സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ടി വരും. പക്ഷേ അതിനേക്കാളുപരി ലോകത്ത് കടന്നു വന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പലതും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഹബീബിനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു തആല ഹബീബിനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തേക്ക് കാരുണ്യമായി കടന്നു വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് കടന്നു വന്ന ശാസ്ത്രജ്ഞനല്ല, ഈ ലോകത്തേക്ക് കടന്നു വന്ന ദാർശനികൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ നാം പരിചയപ്പെടുത്തുമ്പോ അതിനേക്കാൾ എത്രയോ സ്ഥാനം കൊടുക്കേണ്ട നമ്മുടെ റൂഹിന്റെ പിതാവായിട്ടാ, ഈ ലോകത്തിന്റെ കാരുണ്യമായിട്ടാണ് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമാണ് അല്ലാഹുവിന്റെ ഹബീബ്, ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. വിശ്വാസികൾക്ക് മാത്രം കാരുണ്യമല്ല, അവിശ്വാസികൾക്ക് മാത്രമല്ല, സർവ്വവിധ സസ്യജനാചരങ്ങൾക്ക് എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് കാരുണ്യമാണ്. എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് കാരുണ്യമാണ്. നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് റഹ്മ, കാരുണ്യം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത് ഒരു ശിക്ഷക്കുള്ള മുന്നറിയിപ്പായിട്ടാണ്. അല്ലാഹുവിന്റെ ഹബീബിന് റഹ്മത്തായും മറ്റുള്ള പ്രവാചകന്മാരെ ശിക്ഷക്കുള്ള മുന്നറിയിപ്പായിട്ട് എന്ന് പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട അമ്പിയാക്കളെ, പ്രവാചകന്മാരെ ഓരോ സമുദായത്തിലേക്ക് അയക്കുമ്പോൾ ആ അള്ളാഹുവിന്റെ ആ ദൂതരുടെ കൽപ്പനകൾക്ക് വിധേയമാവാത്തവർക്കുള്ള ശിക്ഷയായിട്ടാണ് പ്രവാചകന്മാരെ അയക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ ഉണർത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെയല്ല ബഹുമാനപ്പെട്ട അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വമാ കാന അല്ലാഹു മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ, വമാ കാന അല്ലാഹു മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. അല്ലാഹു തആല പ്രവാചകനായ ുന്നതുവരെ ഒരു സമുദായത്തെയും ശിക്ഷിക്കുകയില്ല. ഒരു പ്രവാചകൻ അയക്കുന്നതുവരെ, എന്ന പ്രവാചകൻ അയച്ചാൽ ശിക്ഷയാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞത് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹു വഅൻത ഫീഹിം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങൊരു സമുദായത്തിൽ ജീവിച്ചെടുക്കുമ്പോ നബിയേ, ഞാൻ ആ സമുദായത്തെ ശിക്ഷിക്കില്ല. നബിയേ, ഒരു സമുദായത്തെ ഞാൻ ശിക്ഷിക്കില്ല. അങ്ങ് ആ സമുദായത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെ ആ സമുദായത്തെ ശിക്ഷിക്കില്ല. എന്നാൽ മറ്റുള്ള പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത് ഒരു പ്രവാചകൻ വരുന്നത് വരെ ആ സമുദായത്തെ ശിക്ഷിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടാകുമ്പോൾ ശിക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾപ്പെട്ട ഒരു സഹാബി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആഡംബരപൂർണമായ ജീവിതം നയിച്ചിരുന്നതത്രേ. നല്ല നല്ല വില കൂടിയ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലൂടെ കടന്നുപോയിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ വലിയ വില കൂടിയ ഡ്രസ് അണിഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ആ മനുഷ്യൻ തന്റെ ജീവിതം മുഴുവനും മാറ്റുകയാണ്. പിന്നീട് അല്ലാഹ് എന്ന ചിന്തയിൽ മുഴുകി പരിപൂർണമായ പ്രാർത്ഥനയായിട്ട്, പരിപൂർണമായ അല്ലാഹുവിന്റെ ഇബാദത്തിനായി ജീവിക്കാൻ തുടങ്ങി. അല്ലാത്ത പരിത്യാഗിയായി മാറിയപ്പോ സ്വഹാബാക്കൾ ആ മനുഷ്യനോട് ചോദിച്ചതത്രേ, മനുഷ്യ ലൗ ഫഅൽത ഹാദാ من حياة رسول الله لخرت عيناه. മനുഷ്യ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ നീ ഇതുപോലെ ജീവിച്ചിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വല്ലാത്ത കൺകുളിർമ ഉണ്ടാകുമായിരുന്നുവല്ലോ. നിന്റെ ഈ പ്രവർത്തനം കണ്ട്, നിന്റെ ഈ ഇബാദത്ത് കണ്ട്, നിന്റെ ഈ പ്രവർത്തനം കണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ സന്തോഷിക്കാമായിരുന്നല്ലോ. മനുഷ്യ, എന്തേ ഇങ്ങനെ ചെയ്യാൻ
പറയാനുള്ള കാരണം എന്താ? ഹബീബ് മരണപ്പെട്ടപ്പോഴല്ലേ മനുഷ്യ, അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെട്ടപ്പോഴല്ലേ മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിച്ചത്? കാരണം എന്താ? എന്താണ് കാരണം? എന്താണ്? ആ മനുഷ്യന് പറഞ്ഞുവത്രേ, എനിക്കിവിടെ അല്ലാഹുവിന്റെ ഹബീബ് 2 അമാനത്താണ് തന്നിരുന്നത്. 2 അമാനത്തുണ്ടായിരുന്നു. ഒന്ന് അല്ലാഹുവിന്റെ ഹബീബാണ്. വമാ കാനല്ലാഹു ലിയുഅല്ലിബഹും വഅൻത ഫീഹിം. നബി തങ്ങൾ ഈ സമുദായത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ശിക്ഷ ഇറങ്ങി വരുമോ എന്ന പേടി എനിക്കുണ്ടായിരുന്നില്ല. രണ്ടാമതായി അല്ലാഹു തആല തന്ന അമാനത്ത് വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ, ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അല്ലാഹുവിന്റെ മുമ്പിൽ മടങ്ങുന്ന, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മടങ്ങുന്ന ആളുകൾ ജീവിച്ചെടുക്കുന്ന സമുദായത്തെ അല്ലാഹു തആല നശിപ്പിക്കില്ല. അങ്ങനെ 2 വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഇനിയുള്ളത് ഇസ്തിഗ്ഫാർ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം മാറ്റി ജീവിതം മുഴുവനും ഇസ്തിഗ്ഫാറിലും ഇബാദത്തിലുമാക്കാൻ കാരണമെന്ന് ആ സ്വഹാബി പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ശിക്ഷയുണ്ടാവില്ല. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യമാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള കാരുണ്യമാണ്. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാണെന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കാരുണ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് നബി തങ്ങൾക്കൊരു സംശയം. അങ്ങനെ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങിയപ്പോ ജിബ്രീലിനോട് ചോദിച്ചത്രേ, ഇന്നല്ലാഹ യഖൂലു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ഫഹൽ അസാബക മിൻ ഹാദിഹി റഹ്മ. ജിബ്രീലേ, അല്ലാഹു തആല പറയുന്ന ലോകർക്ക് മുഴുവനും ഞാൻ കാരുണ്യമാണ്. നിനക്ക് ആ കാരുണ്യം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ കാരുണ്യം ലഭിച്ചിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുവത്രേ, ഞാൻ എനിക്കും ആ കാരുണ്യം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാരുണ്യം നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്കും ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു എത്ര, എന്താണ് നിങ്ങൾക്ക് കിട്ടിയ കാരുണ്യം? ഞാൻ ഈ ലോകത്ത് വന്ന് പിറന്നു വീണപ്പോ നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്താണ് ഗുണമുണ്ടായതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എത്രേ, ഇന്നി കുൻതു അഖ്ശാ ആഖിബത്തുൽ അംർ. എന്റെ കാര്യത്തെക്കുറിച്ച്, എന്റെ അവസാനത്തെക്കുറിച്ച്, എന്റെ ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ച് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ, ശപിക്കപ്പെട്ടവനായി പുറത്താക്കിയപ്പോ ഇവർ രണ്ടുപേരും കരഞ്ഞുവത്രേ. ആരൊക്കെ? മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഈ മലക്കുകളുടെയൊക്കെ ഉസ്താദായ ഇബ്ലീസിനെ പുറത്താക്കിയപ്പോ കരഞ്ഞു. എന്ത്? ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കരഞ്ഞതാണോ? അങ്ങനെ കരഞ്ഞതല്ല. പിന്നെന്തേ കരഞ്ഞത്? അവർ ചിന്തിച്ചു പോയി, അല്ലാഹുവേ, അല്ലാഹുവേ, ഈ മലായികത്തിന്റെ മുഴുവൻ ഉസ്താദായ ഇബ്ലീസിനെ ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനം എന്താണ് സംഭവിക്കുക? അപ്പൊ ഞങ്ങൾക്ക് എന്താ സംഭവിക്കുക? ഞങ്ങളുടെ ഉസ്താദായ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്ന് പേടിച്ചുകൊണ്ട് അവർ കരഞ്ഞിരുന്നവത്രേ. അതുകൊണ്ട് നബിയെ, എനിക്ക് എന്നെ കുറിച്ച് വല്ലാത്ത പേടിയായിരുന്നു, ആദ്യമായിരുന്നു എന്നെ കുറിച്ച്, എന്റെ ജീവിതത്തെ കുറിച്ച്. പക്ഷേ എനിക്ക് സമാധാനം കിട്ടിയത് അങ്ങേ ലോകത്ത് പിറന്നു വീണ് അങ്ങേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ്. അങ്ങയുടെ ഖുർആനിലൂടെ എന്നെ കുറിച്ചുള്ള പരാമർശം നടത്തിയപ്പോഴാണ് നബിയേ എനിക്ക് സമാധാനമായത്. നബിയേ, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ലീ ഖുവ്വത്തിൻ
عند ذي العرش مكين مطاع ثم أمين. അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബേ അതിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയല്ലോ. നല്ലവനായ മാന്യനായ ഒരു ദൂതന്റെ വാക്കുകളാണ് ഖുർആൻ. കരീമായ ഖുർആൻ ദിൽ അർശി ദി ഖുവത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, സിംഹാസനസ്ഥനായ അല്ലാഹുവിന്റെ അടുക്കൽ അങ്ങേറ്റം സ്ഥാനവും ശക്തി വാക്കുകളാണ് നബിയെ ഖുർആൻ. മാത്രമല്ല അയാൾ മുതാഇൻ തമ്മ അമീൻ, ആകാശലോകത്ത് വഴിപ്പെടുന്നവരാണ്, ആകാശലോകത്ത് വിശ്വസ്തനാണെന്ന അല്ലാഹുവിന്റെ വചനം അങ്ങയുടെ ഖുർആനിലൂടെ ഇറങ്ങിയപ്പോഴാണ് എനിക്കും സമാധാനമായത് നബിയെ. അങ്ങേറ്റ ശക്തിമാനാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എത്രത്തോളം വലിയ ശക്തിമാനായ ജിബ്രീൽ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ വളരെയധികം ശക്തിയുള്ളവരാണ്. നബി തങ്ങൾ ചോദിച്ചു, എത്രേ നിങ്ങളെ കുറിച്ച് ശക്തിയുണ്ട്, നല്ല ശക്തവാനാന്ന് പറയുന്നുണ്ടല്ലോ, എന്താ എത്രത്തോളം നിങ്ങളെ ശക്തി എന്ന് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതത്രേ, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, റഫഅതു ഖറിയാതി ഖൗമി ലൂത്ത്. നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ലോത്ത് സമുദായത്തിന്റെ 4 ഖറിയകൾ, 4 ഗ്രാമങ്ങൾ ഞാൻ എന്റെ കൈകൊണ്ട് പൊക്കിയെടുത്തു. എത്രത്തോളം ആകാശത്തേക്ക് ഉയർത്തി വാനലോകത്ത് താമസിക്കുന്ന ആളുകൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന കോഴികൾ കൂവുന്ന ശബ്ദം കേൾക്കാൻ മാത്രമുള്ള അത്രത്തോളം ഉയർത്തിൽ ഞാൻ ആ 4 ഗ്രാമങ്ങൾ എന്റെ ഒരൊറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്തിട്ട് അത് ഞാനങ്ങ് മറിച്ചിട്ടു. ദോശ മറിച്ചിടണമാര് മറിച്ചിടില്ല, നേരെ പൊക്കി മറിച്ചിട്ടു. 4 ഗ്രാമം ഒറ്റ കൈ കൊണ്ട് പൊറിച്ച് മറിച്ചാണ് കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബേ, സമൂദ് ഗോത്രക്കാരെ നശിപ്പിക്കാൻ അട്ടഹാസം കൊണ്ടാ നബിയെ, അട്ടഹാസം കൊണ്ടാ നബിയെ സമൂദ് ഗോത്രക്കാര് മുഴുവനും ജീവശവങ്ങളായി മാറി. ആ സമൂദ് ഗോത്രക്കാര് മുഴുവനും ശവങ്ങളായി മാറി കൊണ്ട്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബേ, എല്ലാ പ്രവാചകന്മാരോട് കൂടെ ഉണ്ടാകുന്ന ഒരു ശൈത്താനുണ്ട്. അവൻ പ്രവാചകന്മാരെ പിഴപ്പിക്കാൻ ശ്രമിക്കും. എല്ലാ പ്രവാചകന്മാരുടെയും കൂടെയുള്ള ഒരു ശൈത്താൻ ഉണ്ടായിരുന്നു നബിയേ. ആ ശൈത്താന്റെ പേരാണ് അൽ അബിയദ്, വെള്ള വെള്ള എന്നാണ് വിളിക്കുക. വെള്ള വെള്ള എന്നാ വിളിക്കുക. പേര് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ ഒരേ ഒറ്റ ഊത്ത് കൊടുത്തപ്പോഴേക്ക് ആ ഇബ്ലീസ് ഫവഖഅത ഇലാ അങ്ങേ അറ്റത്തേക്ക് വന്നുകൊണ്ട് പതിച്ചെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് വന്ന് പതിച്ചു. ഈ ശൈത്താൻ എവിടെ വന്നത് വീണറിയില്ല. ഇന്ത്യയിലാണ്. റൂഹുൽ ബയാൻ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഇന്ത്യയിലാണ് അത്ര. മാത്രമല്ല നബിയെ, ഒരു ദിവസം അങ്ങേ പിഴപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ എന്റെ ഒരു വിരല് കൊണ്ട്, ഞാൻ എന്റെ കൈ കൊണ്ട് ഒന്നൊരു നേരിയ തട്ട് ഞാൻ കൊടുത്തു നബിയെ. അപ്പോഴും ആ ഇബ്ലീസ് പോയി വീണത്, ആ ശൈത്താൻ പോയി വീണത് ഇന്ത്യയുടെ അങ്ങേ ഭാഗത്താ. ഈ ശൈത്താന്മാർക്കൊക്കെ വീടല്ല സ്ഥലമുണ്ട്. ഇന്ത്യയുടെ ഭാഗത്താണ്, അങ്ങേയറ്റ ഭാഗത്തേക്കാണ് ആ ശൈത്താൻ വന്ന് 2ാം പ്രാവശ്യം വീണത്.
എന്തേ ഒരു ചെറിയ നേരെ തട്ട് ഒറ്റ തോണലുണ്ട് ഇവിടെ വന്ന് വീണ്. അത്രത്തോളം ശക്തമാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനു അല്ലാഹുവിന്റെ പ്രവാചകർ കാരുണ്യമാ, അല്ലാഹുവിന്റെ ദൂതർ കാരുണ്യമാ, ലോകത്തിന് മുഴുവനും കാരുണ്യമാ, ലോകർക്ക് മുഴുവനും കാരുണ്യമാ, എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യമാ. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യമാണ്. ഇനി അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതവും മരണവും എല്ലാം കാരുണ്യം. ജീവിച്ചാലും കാരുണ്യം. അള്ളാഹുവിന്റെ ഹബീബ് മരണപ്പെട്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഹബീബ് നമ്മളിൽ നിന്ന് മറഞ്ഞാലും അതും നമുക്ക് കാരുണ്യമാണ്, അതും നമുക്ക് കാരുണ്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഹയാതി ഖൈറുൻ ലക്കും വമമാതി ഖൈറുൻ ലക്കും. എന്റെ ജീവിതവും നിങ്ങൾക്ക് നന്മയാണ്, എന്റെ മരണവും നിങ്ങൾക്ക് നന്മയാ സ്വഹാബാ. എന്റെ ജീവിതവും നന്മയാണ്, ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് നന്മയാണ് സ്വഹാബത്ത്. സ്വഹാബത്ത് ചോദിച്ചത് ഹാദാ ഖൈറുനാ ഫീ ഹയാതിക ഫമാ ഖൈറുനാ ഫീ മമാതിക. നബിയേ, നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഖൈർ കാണുന്നു നബിയേ, പിന്നെ എന്താണ് നബിയേ, എങ്ങനെയാണ് നബിയേ അങ്ങ് മരണപ്പെട്ട അങ്ങ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ എങ്ങനെയാ പ്രവാചകരെ അങ്ങ് ഞങ്ങൾക്ക് ഖൈറായി മാറുക? നബിയെ, എങ്ങനെ നിങ്ങൾ ഞങ്ങൾക്ക് മരണപ്പെട്ട ഖൈറാവും? ജീവിതം ഖൈറാണ്, പക്ഷെ മരണപ്പെട്ടാൽ എങ്ങനെ ഖൈർ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത സഹാബത്തെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ഞാൻ എന്റെ റൗദയിൽ വിശ്രമിക്കുമ്പോ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക, സഹാബാ എല്ലാ തിങ്കളാഴ്ച വൈകുന്നേരവും എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരവും നിങ്ങളുടെ പ്രവർത്തനം സഹാബാ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും എനിക്ക് കാണാൻ കഴിയും. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ച ദിവസവും വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എനിക്ക് കാണാൻ കഴിയും സഹാബാ. ഫമാ കാന മിൻ ഖൈർ ഫഹമദതുല്ലാഹ് വമാ കാന മിൻ ശർരിൻ അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ നന്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മയാണ് ചെയ്തതെങ്കിൽ ഞാൻ അല്ലാഹുവിലേക്ക് സ്തുതിയർപ്പിക്കുന്നതാ. നിങ്ങൾ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ചെയ്ത നന്മകൾ എനിക്ക് കാണിക്കപ്പെടുമ്പോ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റബ്ബിനോട് സ്തുതിക്കും, അല്ലാഹുവിന് സ്തുതിയർപ്പിക്കും. അതല്ല വമാ കാന മിൻ ശർരി അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ വല്ല തിന്മയും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സഹാബത്തെ, നിങ്ങൾ വല്ല തിന്മയും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സഹാബാ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തൗബ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കും സഹാബത്തെ. വല്ല തിന്മയും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഖബറിൽ കിടന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് സ്നേഹത്തിന്റെ അളവറിയാൻ കഴിയാത്ത അങ്ങേറ്റത്തെ കാരുണ്യത്തിന്റെ ഉടമയായ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ, വേണ്ടേ? നമ്മൾ നബിനെ കുറിച്ച് പറയാൻ കൂടിയതാണ്, ഏതായാലും വേണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണം, അള്ളാന്റെ ഹബീബ് പറഞ്ഞ, അള്ളാഹുവിന്റെ ഹബീബ് നിർദ്ദേശിച്ച അവിടുത്തെ അധ്യാപനങ്ങൾ പാടെ അവഗണിച്ചുകൊണ്ട് തീരെ വകവെക്കാതെ അള്ളാന്റെ ഹബീബ് പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തുപോയി പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾക്ക് വേണ്ടി ആര് അള്ളാഹുവിന്റെ ഹബീബ് ഇസ്തിഗ്ഫാർ ചെയ്യാ? എന്ത് നമുക്ക്
നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാല് അത് കേട്ടിട്ടില്ല എന്ത് പറയും? പിന്നെ ഒരു കാര്യം പറഞ്ഞാ പോയി പണിയോക്കടാ അല്ലേ, നീ പോയി പണിയോക്ക്. എനിക്ക് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞപ്പോ നിന്നെ കൊണ്ട് ഇത് കഴിഞ്ഞില്ല, അപ്പൊ നീ എതി നിൽക്കുക. ഇത് ഹബീബ് അതല്ല ചെയ്യുന്നത്. ഇസ്തിഗ്ഫാർ ചെയ്യുക. എത്ര തിന്മ ചെയ്താലും അള്ളാന്റെ ഹബീബ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമുക്ക് വേണ്ടി അല്ലേ. അള്ളാന്റെ ഹബീബ് ജീവിച്ചാലും മരണപ്പെട്ടാലും ഖൈറാൻ. ഞാൻ അവിടെ ചെന്നാലോ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോ ജിബ്രീലിനോട് പറഞ്ഞതത്രേ, സുഫ്ലി സുഫ്ലി ജഹന്നമ യാ നരകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ ജിബ്രീലേ? നരകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ ജിബ്രീലേ? നരകത്തെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഓരോ 7 കവാടങ്ങളുണ്ട്. ഓരോ കവാടത്തിലൂടെയും പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. 6 കവാടത്തിലൂടെ പ്രവേശിക്കുന്ന സാധുക്കളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ 7ാമത്തെ കവാടം എത്തിയപ്പോൾ നബി തങ്ങളുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൗനം പാലിച്ചു. കവാടത്തിലൂടെ ആരാന്ന് അള്ളാന്റെ ഹബീബിനോട് പറയാൻ വല്ലാത്തൊരു മടി. ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് ചോദിച്ചു, ആരാണ് 7ാമത്തെ കവാടത്തിലൂടെ കടന്നു പോവുക? അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ ഫീഹി അഹ്ലുൽ കബായിർ ഫീഹി അഹ്ലുൽ കബായിർ മിൻ ഉമ്മതിക അല്ലദീന മാതു വലം യതൂബു. അങ്ങയുടെ സമുദായത്തിൽ നിന്ന് വൻ പാപങ്ങൾ ചെയ്ത ആളുകളാണ് നബിയേ. അങ്ങയുടെ സമുദായത്തിൽ നിന്ന് വൻ പാപങ്ങൾ ചെയ്ത ആളുകളാണ് നബിയേ. പാപങ്ങൾ ചെയ്തിട്ട് തൗബ ചെയ്യാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളാ നരകത്തിന്റെ 7ാമത്തിലൂടെ കവാടത്തിലൂടെ കടന്നു പോവുക. നരകത്തിന്റെ 7ാമത്തെ കവാടത്തിലൂടെ പാപികളാ കടന്നു പോവുക. ആര്? ഈ സമുദായത്തിലെ വൻ പാപം ചെയ്ത ആളുകളാണ്. അള്ളാഹുവിന്റെ ഹബീബ് അത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് കേട്ട വല്ല പേടിയുണ്ടോ? നമ്മളെ കുറിച്ചാ പറഞ്ഞു. ഈ സമുദായത്തിലെ വൻ പാപം ചെയ്ത ആളുകളെ കുറിച്ചാ പറഞ്ഞു. അള്ളാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തആല പാപങ്ങളിൽ നിന്ന് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ഈ സമുദായത്തെ കുറിച്ച് പറഞ്ഞ് നമുക്ക് കേട്ടാൽ യാതൊരുവിധ ബേജാറുമില്ല. പക്ഷെ നമ്മളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്തൊരു പേടിയാണ്, ബേജാറാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ തട്ടി ഉണർത്തിയത്രേ. അപ്പോൾ നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ ഹവതദ്ഖുലു ഉമ്മതി ഹവതദ്ഖുലു ഉമ്മതി അന്നാ. ജിബ്രീലേ എന്റെ സമുദായം നരകത്തിൽ പ്രവേശിക്കുമോ? ജിബ്രീലേ എന്റെ സമുദായം നരകത്തിൽ പ്രവേശിക്കുമോ? ജിബ്രീലേ എന്റെ സമുദായം നരകത്തിൽ പ്രവേശിക്കുമോ? ജിബ്രീലേ അള്ളാഹുവിന്റെ ഹബീബിനോട് വീണ്ടും പറയുന്നു, ഞാൻ നബിയേ അഹ്ലുൽ കബായിർ മിൻ ഉമ്മതിക, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പാപികളാണ് നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് പിന്നെ മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. നേരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ജമാഅത്തിന്റെ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. പക്ഷേ തന്റെ കൂട്ടുകാരായ സഹാബത്തിനോട് പോലും മിണ്ടുന്നില്ല. തന്റെ നിഴലായി നടന്നിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടുന്നില്ല. ആരോടും അല്ലാഹുവിന്റെ പ്രവാചകൻ മിണ്ടുന്നില്ല. നേരെ ജമാഅത്ത് കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുകയാണ്. 3 ദിവസം വിജയങ്ങൾ തുടർന്ന് പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വീടിന്റെ അരികിൽ വന്നുകൊണ്ട് സമ്മതം ചോദിക്കുന്നു, നബിയേ അസ്സലാം അസ്സലാം അലൈക യാ അഹ്ല ബൈത്തുർ റഹ്മാൻ. നബിയോട് സലാം പറയുന്നു, നബിയേ എനിക്ക് സമ്മതം കൊണ്ട് നബിയേ ഞാൻ ആ വീട്ടിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ നബിയേ, സമ്മതം നൽകുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ മിണ്ടുന്നില്ല.
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അതേ സലാം ആവർത്തിക്കുന്നു, നബിയോട് സമ്മതം ചോദിക്കുന്നു. നബി തങ്ങൾ മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടുന്നില്ല. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കടന്നു വന്നു, മിണ്ടുന്നില്ല. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോള് അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവിയോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. നബി തങ്ങൾ 3 ദിവസമായിട്ട് ആരോടും ഫാത്തിമ, ആരോടും മിണ്ടുന്നില്ല ഫാത്തിമ, ആരോടും മിണ്ടാൻ തയ്യാറാവുന്നില്ല ഫാത്തിമ. നബി തങ്ങൾക്ക് എന്തോ സംഭവിച്ചു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെല്ലുമോ ഫാത്തിമ, നിങ്ങളൊന്ന് ചെല്ലുമോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നേരെ കടന്നു ചെല്ലുകയാണ്. അസ്സലാമു അലൈക യാ ഹബീബ് വയാ റസൂലല്ലാഹ്. നബിയേ കടന്നു വരട്ടെ, നബിയേ വീട്ടിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ നബിയേ. ഞാൻ ഫാത്തിമയാണ് നബിയേ, ഫാത്തിമയാണ് നബിയേ, അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരട്ടെ നബിയേ. ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മതം കൊടുത്തു. നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പോഴും കരയാ. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരീരമാകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, ശരീരമാകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ എന്തിന് കരയണം നബിയേ, എന്താ കരയാൻ കാരണം നബിയേ? അങ്ങയുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ നബിയേ, കാരണം എന്താ നബിയേ? എന്ത് പറ്റി നബിയേ, അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ, കാരണം എന്താ, ഇങ്ങനെ കരയുന്നത് എന്താ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതത്രേ, ഫാത്തിമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞത്, നരകത്തിന്റെ 7ാമത്തെ തട്ട് ഫാത്തിമ എന്റെ സമുദായമാ, നരകത്തിന്റെ 7ാമത്തെ തട്ടില് എന്റെ സമുദായമാണ് ഫാത്തിമ. എനിക്ക് സഹിക്കാൻ കഴിയില്ല ഫാത്തിമ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല ഫാത്തിമ. ആലോചിക്കണം, ആരെക്കുറിച്ച് ഓർത്തിട്ടാണ് നബി തങ്ങൾ കരയുന്നത്? അഹ്ലുൽ കബായിർ വൻപാപം ചെയ്ത ആളുകളാ. നബി തങ്ങളും അള്ളാഹുവും പറഞ്ഞതുപോലെ ജീവിച്ച ആളുകളെ കുറിച്ച്, മുത്തഖീങ്ങളും സാലിഹീങ്ങളും ആളുകളെ കുറിച്ച് ഓർത്തിട്ടല്ല നബി തങ്ങൾ കരയുന്നത്. പിന്നെ ആരെ കുറിച്ച് ഓർത്തിട്ടാ? അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയുമ്പോൾ ഉറങ്ങിട്ടോ? ഇടക്കിടക്ക് ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാ ഈ സദസ്സൊക്കെ ഒരു ഉഷാറിട്ടാണെന്ന് ഉറക്കുക ആമീൻ പറയുന്ന ഉറക്കം പോയിക്കോളും അല്ലേ? പറയല്ലേ? അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് ദീർഘായുസ്സ് കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങള് കുറച്ച് ശബ്ദം കൂട്ടിയാണ്. അപ്പൊ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അല്ലേ? ശ്രദ്ധ ഉണ്ടെന്ന് മനസ്സിലായി, നല്ല ശ്രദ്ധ ഉണ്ട്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിനെ മരണപ്പെടുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ പൂമുഖമെന്ന് സ്വപ്നം കാണാൻ ഭാഗ്യം നൽകട്ടെ. അത് ചോദിക്കാനൊന്നുമില്ല, അർഹത നമുക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്കില്ല. ഞാൻ നിങ്ങളിലേക്കാണ് നോക്കുന്നത്, ഞാൻ എന്നിലേക്കാണ് നോക്കുന്നത്. ഓരോരുത്തരും അവനവനെ, ഞാൻ ഈ പറയുന്നതൊക്കെ ഉറക്കെ പറയുന്നുള്ളൂ, ഒക്കെ എന്നോടാണ് സംസാരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് അള്ളാഹുവിന്റെ പരിപൂർണമായ താഴത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾ ഈ ഒരു റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ മാത്രം പോരാ. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ഇനി അതൊന്നും വേണ്ടാന്നല്ലോ പറയുന്നത്. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ മാത്രം മൗലൂദ്, സലാത്ത്, മജ്ലിസുകൾ, വഹദത്തിന്റെ മജ്ലിസ്, നബി തങ്ങളുടെ മദ്ഹ്, അത് കഴിഞ്ഞാൽ നടക്കും അല്ലേ? അത് കഴിഞ്ഞു. പിന്നെ നബിയെ കുറിച്ച് ഒരു വിവരമല്ല. പിന്നെ അടുത്ത റബീഉൽ അവ്വൽ വരണം. നമുക്ക് റമളാൻ വരുന്ന മാതിരിയാ. റമളാനായ ഒരു ഖുർആനോത്ത് നിർമ്മോ, പിന്നെ അടുത്ത റമളാൻ. അതുപോലെ റബീഉൽ അവ്വൽ നമുക്ക് എപ്പോഴും വേണം. അത് നമ്മളിങ്ങനെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കൂടിയ സദസ്സല്ലേ. ഈ കൂട്ടത്തിൽ ആരൊക്കെ ഇന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയത് എന്ന് ചോദിച്ചാൽ ആരൊക്കെ കൈപൊക്കാണ്ടാവും? ആലോചിച്ച് നോക്കി.
ആരൊക്കെ ഉണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്ന് ചോദിച്ചാൽ ആരൊക്കെ ഉണ്ടാവും? എത്ര ആളുണ്ടാവും അല്ലേ? ആ റസൂൽ നമുക്ക് വേണ്ടി എത്രത്തോളം സഹിച്ചു മനസ്സിലാക്കാനുള്ള പ്രീതത്തോളം നബി തങ്ങൾക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ മുനാഫിഖുകൾ, അന്നത്തെ മുശ്രിക്കുകൾ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് എന്തൊക്കെയാ അവിടെ നടക്കണം നോക്കി വാട്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. ഉർവ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി വല്ലാഹി ഇൻ റഅയ്തു മലക്കൻ ഖത്ത് യുഅല്ലിമുഹു അസ്ഹാബു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബിയെ അവിടുത്തെ സഹാബത്ത് ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ പ്രജകൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബി തങ്ങളെ ആദരിക്കുന്നത് പോലെ, നബി തങ്ങളെ സ്വഹാബത്ത് ആദരിക്കുന്ന ബഹുമാനിക്കുന്നത് പോലെ വേറൊരു രാജാവിനെയും അവരുടെ പരിവാരങ്ങളോ പ്രജകളോ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം ആദരിച്ചു! എന്നിട്ട് ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി 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 അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ റിസാലത്തിന്റെ ഉണ്മയോടെ പുറത്തേക്കിടാൻ ശ്രമിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർന്നു വരും. എത്രേ നബിയെ ഇങ്ങോട്ട് തുപ്പ് നബിയെ, അവിടുത്തെ പവിത്രമായ ഉമനീര് എനിക്ക് വേണം നബിയെ, എനിക്ക് വേണം നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് തുപ്പിയാൽ അതേതെങ്കിലും ഒരു സ്വഹാബിയുടെ കയ്യിൽ വന്നാണ് പതിക്കുക. എന്നിട്ടോ ഫദലക ബിഹാ വജ്ഹഹു വജിൽദാ, എന്നിട്ട് ഉമിനീരെടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പവിത്രമായ ഉമിനീരെടുത്തിട്ട് സ്വഹാബാക്കളും മുഖം മുഴുവനും തടവും. എത്രേ! ശരീരം മുഴുവനും തടവും, മുഖം മുഴുവനും തടവുന്നതാണ്. ആലോചിക്കണം, നമുക്ക് പറഞ്ഞായി തുപ്പലോ ഉമിനീരൊക്കെ എടുത്താണ് മുഖത്ത് എന്തൊക്കെയാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമിനീരിന് വേണ്ടി സ്വഹാബാക്കൾ തിരക്ക് കൂടാ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ഒരു കാര്യം കൽപ്പിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ കൽപ്പനയേറ്റെടുക്കാൻ, അത് ശിരസാ വഹിക്കാൻ സ്വഹാബാക്കൾ മുഴുവനും ധൃതി കാണിക്കുമായിരുന്നത്രേ. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞ സ്വഹാബാക്കൾ മുഴുവനും ധൃതി കാണിക്കും അതൊന്ന് ചെയ്യാൻ. സ്വതക്ക കൊണ്ടുവരാൻ പറഞ്ഞ സ്വഹാബാക്കൾ ഓടുക, നടന്നു പോലെ ഓടുക. നമ്മളോ സ്വതക്കാന്റെ സദസ്സിലേക്കത്തെ പിരിവിന്റെ അടുക്കത്തെ മെല്ലെ കഴിച്ചിലാവും അത് വീട്ടിലേക്ക്. സ്വഹാബത്ത് ഓടുന്നത് വീട്ടിലേക്ക് എന്താ ഉള്ളതെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഓടുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യുകയാണെങ്കിൽ ആ വുളൂഇന്റെ ബാക്കി വരുന്ന വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് അടിപിടികൂടുമായിരുന്നത്രേ. നബിതങ്ങളുടെ ബാക്കി വരുന്ന വെള്ളത്തിന് വേണ്ടി സ്വഹാബാക്കൾ അടികൂടുമായിരുന്നത്രേ. അല്ലാഹു തആല ആ ഹബീബിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലാഹു തആല യഥാർത്ഥത്തിൽ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നബി തങ്ങളുടെ വെള്ളത്തിന് വേണ്ടി അടികൂടുക കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നബി തങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ സ്വഹാബാക്കൾ ശബ്ദം താഴ്ത്തുമത്രേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്കൊന്ന് തെറിച്ചു നോക്കുമായിരുന്നില്ല, തറച്ചു നോക്കുമായിരുന്നില്ല. നബി തങ്ങളോടുള്ള ആദരവ് കാരണത്താൽ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ആദരവ് കാരണത്താൽ നബി തങ്ങളുടെ മുഖത്തേക്കൊന്ന് തറച്ചു നോക്കാറുണ്ടായിരുന്നില്ല സ്വഹാബത്ത്.
അല്ലാഹു തആല അവരെ പിൻപറ്റാനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലാഹു തആല പിൻപറ്റാനുള്ള ഭാഗ്യം നൽകട്ടെ. കഴിഞ്ഞില്ലെന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിൽ നിന്ന് കൊമ്പ് വെച്ച അഴുക്കായ ആ രക്തമെടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി കളയാൻ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങളുടെ ശിരസിൽ നിന്നെടുത്തതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ രക്തം പുറത്തു കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആ പാത്രമായിട്ട് പുറത്തേക്ക് കടന്നു പോവുകയാണ്. എന്നിട്ട് ആരാരും കാണാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ രക്തമുണ്ടല്ലോ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കുടിച്ചുവത്രേ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കുടിച്ചു, ആരും കാണാതെ. അല്ലെ, കൊമ്പ് വെച്ച രക്തം എന്ന് പറഞ്ഞാൽ അഴുക്കുള്ള രക്തങ്ങൾ എടുക്കാൻ, അല്ലെ, ഹിജാമ വെച്ച രക്തം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ രക്തം ബഹുമാനപ്പെട്ട ഈ സ്വഹാബി കുടിച്ചു. എന്നിട്ട് മെല്ലെ അങ്ങനെ കയറി വന്ന സദസ്സിലേക്ക് നിബിതങ്ങളെ ചോദിച്ചവത്രേ, ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചവത്രേ, നീ ആ രക്തം എന്താണ് ചെയ്തെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞവത്രേ, നബിയേ, ഞാനത് കുടിച്ചു നബിയേ, ഞാനത് കുടിച്ചു നബിയേ. പറഞ്ഞു കൊടുത്ത മനുഷ്യ, എന്റെ രക്തം ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞ, എന്റെ രക്തം ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞ പിന്നെ ആ ശരീരത്തിന് നരകം ഹറാമാണ്, നരകം ഹറാമാണ്, നരകം ഹറാമാണ്. എന്റെ രക്തം ആരുടെയെങ്കിലും ശരീരത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവന് നരകം ഹറാമാണ്. അദ്ദേഹം രക്ഷപ്പെട്ടു, അദ്ദേഹം രക്ഷപ്പെട്ടു. അല്ലാഹു തആല മഹാന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും നമ്മുടെ ജീവിതം എന്ന് അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആലോചിച്ച് നോക്കി, എത്ര ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചു കഴിഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഹുദൈ യുദ്ധത്തിൽ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് ഒരു ഇരുമ്പ് കവചത്തിന്റെ കണ്ണി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ തറച്ചുപോയി. അത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് തന്റെ കഴിവിന്റെ പരമാവധി പറിച്ചെടുക്കാൻ ശ്രമിച്ചു. ഒന്ന് പോന്നു, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതില് ബഹുമാനപ്പെട്ട മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ആ ശരീരത്തിൽ നിന്ന് ആ കണ്ണി പറിച്ചെടുത്തപ്പോ ആ ഭാഗത്ത് നിന്ന് രക്തം വരുന്ന കണ്ടപ്പോ വായ വെച്ചുകൊണ്ട് മുത്തി കുടിച്ചു വെച്ച രക്തം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് ഒലിച്ചിറങ്ങിയപ്പോ നിബിതങ്ങൾ ആ മനുഷ്യരോടും പറഞ്ഞു വെത്രേ, എന്റെ ആരുടെയെങ്കിലും ശരീരത്തിൽ എന്റെ രക്തം ചേർന്ന് കഴിഞ്ഞാൽ അവന് നരകം ഹറാമാണ്. ആ സ്വഹാബിയും രക്ഷപ്പെട്ടു. അല്ലാഹു തആല അവർ സ്നേഹിച്ചതുപോലെ ഹബീബിനെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അവർ നേരിട്ട് കണ്ടുകൊണ്ട് സ്നേഹിച്ചതാണ്. ഹബീബിനെ കണ്ടിട്ടില്ല, കണ്ടുകണോ? കണ്ടവരുണ്ടാവും ചിലപ്പോ, അല്ലേ? സ്വപ്നം കണ്ട ആളുകളുണ്ടാവും, നേരിട്ട് കണ്ട ആളുകളൊക്കെ ഉണ്ടാവും. അല്ലാഹുവിന്റെ ഹബീബിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടിട്ടില്ലെങ്കിലും ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമകാലികനായി ജീവിച്ച ഒരു വ്യക്തിത്വമാണ്, വലിയൊരു മഹാനാണ്. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് രോഗശയ്യയിൽ കിടക്കുന്നത് കാരണത്താൽ തന്റെ പ്രേമഭാജനമായ, തന്റെ സ്നേഹഭാജനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ ഉമ്മയോട് സമ്മതം ചോദിച്ചു, ഞാൻ നബിയെ മദീനത്ത് പോയി എന്ന് കാണട്ടെ. ഉമ്മ സമ്മതം കൊടുത്തു, മദീനത്ത് പോയി. പക്ഷേ എന്തു ചെയ്യാൻ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ആ സമയത്ത് മദീനത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാണാൻ കഴിയാതെ രോഗിയായി കിടക്കുന്ന മാതാവിനെ ശുശ്രൂഷിക്കാൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. കാണാൻ കഴിഞ്ഞില്ല.
ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും വല്ലാത്ത പ്രേമമാണ്, വല്ലാത്ത സ്നേഹമാണ് അല്ലാഹുവിന്റെ ഹബീബിനോട്. ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് ഇറങ്ങി വരുമത്രേ. ചന്തയിലേക്ക് ഇറങ്ങി വന്നിട്ട് അങ്ങനെ ഓരോ ദിവസവും ചോദിക്കുമത്രേ, ഹൽ മിൻ മദീന ഹൽ മിൻ മദീന ഹൽ മിൻ മദീന, ആരെങ്കിലും മദീനക്കാരുണ്ടോ, മദീനയിൽ നിന്ന് കടന്നു വന്ന ആരെങ്കിലും ഇവിടെ സംഗമിച്ചിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചോദിക്കുമത്രേ. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, അത്രേ ഞാൻ മദീനയിൽ നിന്ന് കടന്നു വരുന്നവരാണ്, ഞാൻ മദീനക്കാരനാണ്, അനമിനൽ മദീന അനമിനൽ മദീന, ഞാൻ മദീനക്കാരനാ, ഞാൻ മദീനയിൽ നിന്ന് കടന്നു വരുന്നവരാ. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മനുഷ്യനോട് ചോദിച്ചുവത്രേ, നിങ്ങൾ എന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ എന്റെ സ്നേഹഭാജനമായ എന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ടോ? ആ സ്വഹാബി പറഞ്ഞു, അത്രേ അതേ മനുഷ്യ, ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പോലും അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടാ കടന്നു വന്നിരുന്ന് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ മനുഷ്യ, എന്റെ ഹബീബിനെ കണ്ട കണ്ണല്ലേ, എന്റെ ഹബീബിനെ കണ്ട കണ്ണല്ലേ അങ്ങയുടെ കണ്ണ്, കണ്ണ് ഞാനൊന്ന് ചുംബിക്കട്ടെ മനുഷ്യ, ആ കണ്ണ് ഞാനൊന്ന് ചുംബിക്കട്ടെ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട കണ്ണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചന്തയിൽ വെച്ചുകൊണ്ടതാ തുരുപുരാ ചന്ദനങ്ങൾ അർപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഹബീബിനെ കണ്ട കണ്ണാണ്, ആ കണ്ണൊന്ന് ചുംബിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. കഴിഞ്ഞില്ല. ഒരു ദിവസം ചന്തയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വാർത്ത കേൾക്കുന്നത്, സഹാബാക്കളും അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിലെ സഹാബാക്കളും അല്ലാഹുവിന്റെ പ്രവാചകരോ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒരു വാർത്ത അറിയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുൻപല്ലുകൾ യുദ്ധത്തിൽ തകർന്നു പോയിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുൻപല്ലുകൾ യുദ്ധത്തിൽ തകർന്നു പോയിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഉവൈസുൽ ഖർനി ഒരു പാറ കഷ്ടമെടുത്തുകൊണ്ട് എന്റെ ഹബീബിനില്ലാത്ത മുൻപല്ലുകൾ എനിക്ക് വേണ്ട, എന്റെ ഹബീബിനില്ലാത്ത മുൻപല്ലുകൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാറ കഷ്ടമെടുത്തു കണ്ടതാ. പ്രിയപ്പെട്ടവരെ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപല്ലുകളതാ തല്ലിട്ട് വെറുക്കുകയാ. ആരാ പ്രിയപ്പെട്ടവരെ തല്ലിട്ട് വെറുക്കുന്നത്? ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഹബീബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഹബീബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ മുമ്പല്ല് തകർന്നു പോയി എന്നറിഞ്ഞപ്പോ പാറ കഷ്ടമെടുത്തിട്ട് പല്ല് തകർക്കുക. എന്തൊരു സ്നേഹ, എന്തൊരു സ്നേഹാണ് അദ്ദേഹത്തിന് ഇത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മേത്ത് കിടക്കണ പരിപാടിയാണ് ഒഴിച്ചെടുത്തിക്കളാ, ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് വിട്ടളാന്ന് പറയാം അല്ലേ. ശരീരത്തിന് വേദനിക്കുന്ന പരിപാടിയാണെങ്കിൽ സ്വഹാബത്തെ കണ്ടു, സ്വഹാബത്തെ കറാം അവര് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ യുദ്ധത്തിന് പുറപ്പെടും, കുടുംബത്തോടൊപ്പം കഴിയാൻ യുദ്ധക്കളത്തിലേക്ക് വിളിക്കുന്നു. യാതൊരു വിധ പ്രശ്നമില്ല സ്വഹാബത്തിന്. പറയുന്നതാണ് കേട്ടാ മതി. നമ്മളെന്തായിരിക്കും? ചിലപ്പോ മൂസാ നബിയോട് മൂസാ നബിയുടെ കൗ പറഞ്ഞ മാതിരിയായിരിക്കും, നിങ്ങളെ റബ്ബും ചെല്ലിട്ടോ, ഞങ്ങൾ കുറച്ചവിടെ ഇരിക്കട്ടെ. ഇന്ന് മൂസാ നബിയുടെ കൗമ പറഞ്ഞതുപോലെ ചിലപ്പോ നമുക്ക് പറഞ്ഞു പോകും. അത്രത്തോളം നമ്മളെ അവസ്ഥ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് നിങ്ങളാരെയും കുറ്റം പറയല്ല, ഈ മൂല്യം എന്താ നമ്മളങ്ങനെ കുറ്റം പറയുന്നത്? സ്നേഹമില്ലാത്ത മാതിരി കാട്ടില്ലേ. ഞാൻ എന്റെ കൽബിനോടാന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കാണുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യാൻ, നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് നിർദ്ദേശം കൊടുത്തിരുന്നത്. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു.
ബഹുമാനപ്പെട്ടവർ ഉംറ നിർവഹണത്തിന് വേണ്ടി ഹജ്ജ് നിർവഹണത്തിന് വേണ്ടി മക്കയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ മദീനയിലേക്ക് കടന്നു വന്നു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഹബീബ് ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ഞങ്ങൾ ഈ ഖമീസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖമീസ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മദീനയിലേക്ക് ഉവൈസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ സ്വഹാബത്ത് ഉവൈസിലേക്ക് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതത്രേ, ഓ മനുഷ്യാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഖമീസ് നൽകാൻ പറഞ്ഞിട്ടുണ്ട്, ഹബീബിന്റെ ഖമീസ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആ ഖമീസ് കൊടുത്തുവത്രേ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ട് സ്വഹാബത്ത് ഈ ഖമീസ് കൊടുത്തുവത്രേ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ ഖമീസ് കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറഞ്ഞതത്രേ, ആരാണ് മുമ്പോട്ട് വരിക? എന്റെ ഹബീബിനെ കണ്ടവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരട്ടെ, ഞാൻ ഈ ഖമീസ് നൽകാം. സ്വഹാബത്തിനോട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹി തങ്ങളെ കണ്ടവരുണ്ടെങ്കിൽ വരും, ഞാൻ ഈ ഖമീസ് കൊടുക്കാം. ആരോട്? പറയാൻ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, കണ്ടവർക്ക് ഞാൻ ഈ ഖമീസ് നൽകാം. അപ്പൊ നമ്മുടെ ബക്കറ്റ് വരി വരുന്നുണ്ട്. അപ്പോ നമ്മളെ പരിപാടി ഹബീബിന്റെ പേരിൽ സംഘടിപ്പിച്ച പരിപാടിയാണ്. അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, അല്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് സ്നേഹം ലഭിക്കണമെന്നും ആത്മാർത്ഥമായി റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും പരമാവധി സഹകരിക്കണം. ഒരുപാട് ചെലവുകളുണ്ട് ഇതിന് സെറ്റിംഗ്സിനും ഇത് നടത്താനൊക്കെ. നിങ്ങൾ പരമാവധി സഹകരിക്കണം. അല്ലാഹു തആല നമ്മുടെ പരിപാടികൾ മുഴുവൻ പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചു നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി തങ്ങളെ കണ്ടവരുണ്ടെങ്കിൽ വരും, ഞാൻ ഈ ഖമീസ് നൽകാം. കടന്നു വന്നിട്ട് പറഞ്ഞത്രേ, ഞാൻ എന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, ഇല്ല അബൂബക്കറേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. വലിയ വലിയ സ്വഹാബാക്കളുള്ള സദസ്സിനോടാണ് ചോദിക്കുന്നത്, കണ്ടവരുണ്ടെങ്കിൽ വരണേ, ഞാൻ ഈ ഖമീസ് നൽകാം. ഒരുപാട് പ്രമുഖരായ സ്വഹാബാക്കൾ മുഴുവനും കടന്നു വന്നിരുന്നേ. അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി തങ്ങളെ കണ്ടതാ, ഞാൻ കണ്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെത്ര അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇല്ല നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരെ കണ്ടിട്ടില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരെ കണ്ടിട്ടില്ല കേട്ടോ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വല്ലാത്ത സങ്കടമായിത്രേ. ഒരാൾ വന്നിട്ട് പറയാ, ഞങ്ങളൊന്നും പ്രവാചകരെ കണ്ടിട്ടില്ല. എന്താ കഥ? നേരെ സങ്കടത്തോടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലിയാർ തങ്ങളോട് ചോദിച്ചത്രേ, എന്താ സംഭവിച്ചതെന്താ? അങ്ങയുടെ മുഖം വല്ലാതിരിക്കുന്നതല്ലോ, എന്താ സംഭവിച്ചതെന്താണ്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വിവരങ്ങൾ വിശദീകരിച്ചു കൊടുത്തുവത്രേ.
സംഭവങ്ങളെ വിവരിച്ചു കൊടുത്തപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഉവൈസിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പറയുക, ഹബീബിനെ ഞാൻ കണ്ടിട്ടില്ല, ഹബീബിനെ ഞാൻ കണ്ടിട്ടില്ല, ഹബീബിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രഭാതോടെ കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഉവൈസിനെ റളിയല്ലാഹു അൻഹയോട് കടന്നു ചെന്ന് കണ്ട് പറയുക. കണ്ടിട്ടില്ല, പക്ഷേ കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന് ആ ഖമീസ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കൊടുത്തുവത്രേ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഈ ഖമീസ് എടുത്ത് നേരെ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. ഇതിപ്പോ എന്താ സംഗതി? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമ സഹാബാക്കൾ മുഴുവനും കാണാത്ത ഏത് ഹബീബിനെയാ ഫാത്തിമ, ഏത് ഹബീബിനെയാ ഫാത്തിമ നീ കണ്ടത്? സ്വഹാബാക്കൾ കാണാത്ത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാത്ത, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണാത്ത, ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു കാണാത്ത ഫാത്തിമ ബീവിയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പാദം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു പാദം വീട്ടിലാണ്, മറ്റൊരു പാദം അല്ലാഹുവിന്റെ അർശിലായിട്ട് റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കണ്ടുവെന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ചില്ലറ ആളല്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. സ്വഹാബാക്കൾ കാണാത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾ പറയും, ചില കിതാബുകളിൽ കാണാൻ കഴിയും, മുഹമ്മദിനെ കണ്ടവരെന്ന് ചിലപ്പോൾ നന്നായി കൊള്ളുന്നില്ല, റസൂലുള്ളാഹിനെ കണ്ട ആളുകളൊക്കെ നന്നാവും. അങ്ങനെ പറയാൻ കിതാബുകളിൽ കാണാൻ. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുശ്രിക്കുകളും മുനാഫിക്കുകളും കണ്ടിട്ടില്ല. അവർ കണ്ടത് മുഹമ്മദ് നബിയാണ് കണ്ടത്, മുഹമ്മദിനെയാണ്, മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ് കണ്ടത്. അള്ളാഹിന്റെ റസൂലിനെ അവർ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിരുന്നുവെങ്കിൽ അവർ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു. അങ്ങനെ കാണാൻ അല്ലാഹു തആല ഹബീബിനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഹബീബിനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആലോചിക്കും പ്രിയപ്പെട്ടവരെ, ആലോചിക്കും. ബഹുമാനപ്പെട്ട സ്വഹാബത്തും കണ്ടവരും കാണാത്തവരും റസൂലുള്ളാഹി തങ്ങൾക്ക് സ്നേഹം കൊടുക്കുക. നമ്മളൊക്കെ ഇങ്ങനെ ഐക്യം കെട്ടി വെച്ച് സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് നമ്മളിങ്ങനെ ഉറക്കെ പ്രസംഗിക്കാന്നല്ലാതെ ആ ഹബീബിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഹബീബിനോട് എന്ത് സ്നേഹം നമുക്കുള്ളത് എന്ന് ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകളൊക്കെ ഇന്ന് പാടെ തിരസ്കരിച്ചുകൊണ്ടിരിക്കാൻ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനോട് നമുക്കൊരു അവജ്ഞയാണ്. എന്നാലോചിച്ച് നോക്കി, ഒരു വെള്ളം കുടിക്കുമ്പോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ 6 സുന്നത്തുണ്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ജീവിതത്തിൽ ആ വെള്ളം കുടിക്കുമ്പോ 6 സുന്നത്തെടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി ഒന്ന് കാണാനാ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകൾ 6 സുന്നത്തുകൾ, ഒരു വെള്ളം കുടിക്കുമ്പോ 6 സുന്നത്തുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഓഫറുകളാണ്. ഏതായാലും വെള്ളം കുടിക്കുന്ന ആളുകളാണ്, വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന ആളുകളൊന്നും ഇപ്പൊ ഈ കൂട്ടത്തിലുണ്ടാവും തോന്നുന്നില്ല. എന്തായാലും 6 സുന്നത്തുകൾ ലഭിക്കും. നമ്മൾ ആരും ജീവിതത്തിൽ അത് എടുത്തിട്ടുമില്ല. എന്നാ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഇറങ്ങുമ്പോൾ, ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ ഒരു തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ് ഇനി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഞാനതൊക്കെ പാലിക്കുമെന്നൊരു തീരുമാനമെടുത്ത് വേണം ഈ സദസ്സിൽ നിന്ന് പോവാൻ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് ബിസ്മി ചൊല്ലണം. 2 വലത് കൈ കൊണ്ട് കുടിക്കണം. 3 വെള്ളം കുടിക്കുമ്പോ തല മറക്കണം. 4 ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കണം. 5
വെള്ളം കുടിക്കുമ്പോ ഒറ്റയടിക്ക് ഒട്ടകം വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാതെ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും 3 മുറുക്കായിട്ടെങ്കിലും വെള്ളം കുടിക്കുക. 3 പ്രാവശ്യമായിട്ടെങ്കിലും വെള്ളം കുടിക്കുക. അതൊരു സുന്നത്താണ്. അവസാനമായിട്ട് 6ാമത്തത്, ഓരോ പ്രാവശ്യം ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുമ്പോഴും ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ 6 സുന്നത്തുകൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ 6 സുന്നത്തുകൾ ഒരൊറ്റ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ആരും ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ നന്നായിട്ട് പറയാൻ ഉഷാറാണ്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയാനൊക്കെ നല്ല ഉഷാറാണ്. ഹബീബിന്റെ പേര് പറയാൻ നമ്മുടെ സദസ്സിൽ ഇപ്പൊ ആരൊക്കെ ഒരു യാസീൻ കാണാതെ അറിയുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോ കൈവൊക്കെ ആൾക്കാരുണ്ടാവില്ല. ആൾക്കാരുണ്ടാവും, ചുരുങ്ങിയ ആളുകൾ മാത്രമേ യാസീൻ ഒന്ന് കാണാതെ അറിയുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. കുറച്ച് വളരെ തുച്ഛമാണ്. ആരെങ്കിലും ഒക്കെ ഒപ്പം ചെല്ലുമ്പോ ഇങ്ങനെ കൂടിയങ്ങാണ്ട് ഇങ്ങനെ മുക്കിയാണ്ട് മുബീൻ മുബീൻ എന്ന് പറയാൻ നല്ലതേ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കാണാൻ ചെല്ലാൻ പറഞ്ഞാൽ ഇപ്പൊ നടക്കൂല. ആലോചിക്ക്, ബഹുമാനപ്പെട്ട ഉസ്താദ്മാര് ഒരു കഥ പറയാറുണ്ട്. ഒരു പെണ്ണ്, ഒരു യുവതിയായ ഒരു പെണ്ണ്, അവളൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അത്രേ, എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കില്. അങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. പെണ്ണിനെ കണ്ടപ്പോ കുഴപ്പമില്ല, തിരക്കടില്ല, നല്ലൊരു പെണ്ണാണ്, പോയി വെക്കാന്ന് പറഞ്ഞാണ്ട് കുറച്ച് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി ആളുകൾ ആരാ, എങ്ങനെയുള്ള ആളുകളാ? അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ. എങ്ങനെയുള്ള ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഈ പജ്ജ് നക്കിയമാരില്ല മുടിയൊക്കെ ഉണ്ടാവില്ലേ, ഒക്കെ വെച്ച് അങ്ങനെ കണ്ടാൽ ഇപ്പൊ കഴിഞ്ഞാടും പാന്റ്. അങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാരാ കൂടിയിരുന്നത്. അങ്ങനെ ഈ അഡ്രസ്സ് അന്വേഷിച്ച് നോക്കുമ്പോ ആ നാട്ടിലൊരു കാതേര മോളാത്രേ പോസ്റ്റ് ഇട്ടിരുന്നത് ഫേസ്ബുക്കിൽ. അങ്ങനെ കാതേര് ചെന്ന് കണ്ടപ്പോ കാതേര് പറഞ്ഞു, കുഴപ്പമില്ല, കല്യാണം കഴിച്ചു തരാം, പക്ഷേ വൺ കണ്ടീഷൻ, കല്യാണം കഴിക്കുന്ന വ്യക്തി ദീനി വിജ്ഞാനമുള്ള ആളായിരിക്കണം, കല്യാണം കഴിക്കുന്ന വ്യക്തി. അങ്ങനെ അത് കേട്ടപ്പോ കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ശരി എന്നാണ് പോയി, ഈ പരിപാടി നമുക്ക് നടക്കൂല. 3 ആളുകൾ തീരുമാനിച്ചു, നമുക്കൊന്ന് പഠിച്ചു നോക്കാം, കിട്ടിയാ കിട്ടി, പോയാ പോയി. 3 ആളുകൾ തീരുമാനിച്ചു. അവർ നേരെ കുറച്ചു കാലം പഠിച്ച് തിരിച്ചു വന്നു. 3 ആളുകൾ ഒരു പെണ്ണിനെ കാണാൻ. ഇന്റർവ്യൂ ആർക്കാ കിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കാതേര് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആളോട് പേര് വെച്ചു, നിന്റെ പേരെന്താ? എന്റെ പേര് ഇബ്രാഹിമാണ്. ഇബ്രാഹിം സൂറത്ത് നോദിയേ. ഇബ്രാഹിം സൂറത്ത് പാരായണം ചെയ്തു. ഈ മനുഷ്യൻ സുന്ദരമായി ഇബ്രാഹിം സൂറത്ത് പാരായണം ചെയ്തു. അടുത്ത ആളോട് ചോദിച്ചു, നിന്റെ പേരെന്താ? എന്റെ പേര് യൂസുഫാണ്. യൂസുഫാ, എന്നാൽ നീ ആ യൂസുഫ് സൂറത്ത് ഒന്ന് പാരായണം ചെയ്ത്. ആ മനുഷ്യൻ യൂസുഫ് സൂറത്ത് വളരെ സുന്ദരമായി പാരായണം ചെയ്തു. ഒരു പെണ്ണിന്റെ വേണ്ടി 2 ആളും ഇതൊക്കെ പഠിച്ചിരിക്കണ്. 3ാമത്തെ ആള് ഇങ്ങനെ പരിങ്ങിയിരിക്കുന്നുണ്ട്, ഇത് പാരാ. അയാള് ചോദിച്ചു, നിന്റെ പേരെന്താ? എന്റെ പേര് യാസീനാണ്, പക്ഷെ എന്റെ നാട്ടുകാർ വിളിക്കാറുള്ളത് കുൽഹല്ലാ. യാസീനാണ്, പേര് യാസീനാണ്, പക്ഷെ നാട്ടുകാർ വിളിക്കെന്താ കുൽഹല്ലാ. ഈ പഹയന് യാസീനും അറിയില്ല. ആ കോലത്തിലേക്കാണ് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്നത്. ആ അവസ്ഥയിലേക്കാ. ഏത് ഉത്തമ സമുദായമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ നമ്മൾ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുകരണീയരായ അനുചരന്മാർ നമുക്ക് മാതൃകയാണ്. ആ മാതൃകയാണ് പിൻപറ്റേണ്ടത്. ലോകം മുഴുവൻ റസൂലുള്ളാഹി തങ്ങൾക്ക് സ്നേഹം തിരിച്ചു കൊടുക്കേണ്ടതാണ്. ലോകം മുഴുവൻ റസൂലുള്ളാഹി തങ്ങൾക്ക് സ്നേഹം തിരിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു കഴുത ജീവിച്ചിരുന്നവത്രേ. ഒരു കഴുതയുണ്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് ആരെങ്കിലും വിളിക്കാൻ ആവശ്യപ്പെട്ടാൽ റസൂലുള്ളാഹി തങ്ങൾ ഈ കഴുതയോട് പറയും. അങ്ങനെ ഈ കഴുത വീടിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിൽ ഹാജരാവും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ചില സഹായങ്ങൾ ചെയ്തിരുന്ന ഒരു കഴുതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെട്ടുവെന്ന വാർത്ത കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ,
റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, സഹായത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കഴുതയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബി ലോകത്തോട് വിട പറഞ്ഞെന്ന വാർത്ത കേട്ടപ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ മദീനയുടെ തിരുവോരത്തിലൂടെ അലഞ്ഞെതിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയത്രേ. അലഞ്ഞെതിരിഞ്ഞ് നടക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളില്ലാത്ത ഈ ലോകത്ത് ജീവിക്കണ്ടെന്ന് പറഞ്ഞു കാണാം. ആ കഴുത ഇതാ മദീനയിൽ ഒരു പൊട്ടക്കിണറ്റിൽ ചാടി ജീവനൊടുക്കിയത്രേ. ചരിത്രം സാക്ഷിയാ പ്രിയപ്പെട്ടവരെ. ഒരു കഴുതയാണ്, ഹബീബില്ലാത്ത ഈ ലോകം. ആ കഴുതക്ക് പോലും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ കഴുതാണ് കളിയാക്കുന്നത്. ഈ കഴുതക്ക് റസൂലുള്ളാഹി തങ്ങളുടെ അഭാവം മനസ്സിലായപ്പോ ജീവനൊടുക്കി എന്നാണ് സഹിക്കാൻ കഴിയാനിട്ട്. ആലോചിക്കണേ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ വേളയിൽ അഭയം തേടുകയാണ്. ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. ഒരേ ഒരു മാത്രമാണ് നടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹക്കകത്തുള്ള തുണകൾ മുഴുവനും അടച്ചു വെച്ചത്രേ. ബാക്കി വരുന്നത് തുണയതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ സബീർത്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വിരൽ കൊണ്ട് അടച്ചു പിടിക്കുകയാണ്. വിരൽ കൊണ്ട് അമർത്തി വെച്ചു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ഒരു സർപ്പത്തിന്റെ ദംശനം ഏൽക്കേണ്ടി വന്നത് ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഗുഹക്കകത്തിൽ നിന്നതാ പുറത്തേക്ക് വരികയാണ് ഒരു സർപ്പം, പുറത്തേക്ക് വരികയാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്രേ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ അങ്ങേക്ക് സലാം നബിയേ, എന്നോട് പുറത്തുമോ നബിയേ, എനിക്ക് പുറത്തുവരുമോ നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് നബിയേ. എന്തിനു വേണ്ടി ചെയ്തതാ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ പ്രവാചകരെ, പൂർവ്വകാല പ്രവാചകന്മാരിൽ നിന്ന് അങ്ങേ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ, അങ്ങേ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് നബിയേ, അങ്ങേ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, കാലഘട്ടം മുതൽ ഞാൻ കാത്തിരിക്കുന്നതാ ഈ ഗുഹക്കകത്തങ്ങ് അഭയം തേടുമെന്ന് പൂർവ്വകാല പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ടപ്പോ അന്ന് മുതലേ ഞാൻ കാത്തിരിക്കുകയാ നബിയേ. അങ്ങയുടെ പുഞ്ചിരിക്കുന്ന അങ്ങയുടെ ആ വചനമൊന്ന് കാണാ നബിയോടെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാ നബിയേ. ഈ ഗുഹക്കകത്തങ്ങ് പ്രവേശിച്ച വിവരം ഞാൻ അറിഞ്ഞപ്പോ അങ്ങ് കാണാനുള്ള ആഗ്രഹത്തോടെ ഈ ഗുഹക്കകത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ വഴിയിലതാ പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ കാലിതാ നബിയേ. അങ്ങ് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നബിയേ, അടങ്ങാത്ത പ്രണയം കൊണ്ടാണ് നബിയേ, അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണ് നബിയേ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് ധ്വംസിക്കേണ്ടി വന്നത്. ആരാ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തആല ചിന്തിക്കാനുള്ള കഴിവ് തന്ന, ചിന്താശേഷിയുള്ള മനുഷ്യരായ നമുക്ക് പോലും തോന്നാത്ത ഒരു കഴുതക്ക് പ്രേമം തോന്നിയെങ്കില്, ഒരു സർപ്പത്തിന്റെ പ്രേമം തോന്നിയെങ്കില്, മനുഷ്യരായ നമുക്ക് വേണ്ടി എത്രയോ ത്യാഗങ്ങൾ സഹിച്ച, എത്രയോ കഠിനാധ്വാനം ചെയ്ത, എത്രയോ ഗുണം ചെയ്ത അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളം നാം സ്നേഹിക്കേണ്ടതാ. ഒരു സർപ്പത്തിനും ഒരു കഴുതക്കൊക്കെ എത്ര തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ചെയ്യണം? നമുക്ക് നേരം വൈകുണ്ടോ? 10 മണിയാകുമ്പോഴത്തേനൊക്കെ ഉറങ്ങണം എന്നാ പറഞ്ഞിട്ടുള്ളത്. 10 മണിക്ക് തന്നെ ഉറങ്ങണം. അപ്പൊ അതിന് മുമ്പേ പിരിച്ചുവിടണം. നാളെ മൗലിദ് സദസ്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് 10 മണിക്ക് പോയിട്ട് ഉറങ്ങിയിട്ട് ആ സദസ്സിനും കൂടൂല, ഇവിടെയും കൂടൂല, ആ കോലാക്കിയെടുത്തിട്ടാ.
എല്ലാവരും അതിലെങ്കിലും പങ്കെടുക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല ഹബീബിനെ പ്രണയിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ആ ഹബീബിന് സ്നേഹം നാം തിരിച്ചു കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കുക. ഇൻഷാ അല്ലാഹ് ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലും. ആ സ്വലാത്തിലൂടെ ഹബീബിലേക്ക് അടുക്കുക. ഒരു കണക്ക് വെക്കുക, തോനമാണെന്ന് പറയുന്നില്ല, ഉള്ളത് പതിവായി ചെയ്യുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലോകം മുഴുവൻ ഹബീബിന് സ്നേഹം തിരിച്ചു കൊടുത്തപ്പോ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അല്ലാഹു തആല പോലും എത്ര ബഹുമാനത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ നേരിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പോലും അല്ലാഹു തആല ഉപയോഗിച്ചിട്ടില്ല ഖുർആനിലൂടെ. ഓരോ പ്രവാചകന്മാരെയും പൂർവകാല പ്രവാചകന്മാരോടും അല്ലാഹു തആല അവരുടെ പേര് കൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. യാ ആദം ഇസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം നബിയോട് ആദമേ എന്ന് വിളിച്ചു. ആദം നബിയെ നേരിട്ട് പേര് വിളിച്ചു. യാ നൂഹ് ബിസലാമിൻ മിന്നാ വബറകാതുൻ അലൈഹി. നൂഹ് നബിയെയും വിളിച്ചു. നൂഹ് നബിയെയും പേരുകൊണ്ട് വിളിച്ചു. യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ. ഇബ്രാഹിം നബിയെയും പേര് വിളിച്ചു. യാ ഇബ്രാഹിം. യാ യഹ്യാ ഖുൽ കിതാബ ബിഖുവ. ബഹുമാനപ്പെട്ട യഹ്യാ നബിയെ വിളിച്ചുകൊണ്ട് യാ യഹ്യാ. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. അവിടെയും സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു തആല പേരിട്ട് വിളിച്ചു. പേര് കൊണ്ട് വിളിച്ചു. പക്ഷേ നബി തങ്ങളെ ഖുർആൻ ഒരു സ്ഥലത്തും നേരിട്ട് വിളിച്ചതായി കാണാൻ കഴിയില്ലേ? നബി തങ്ങളെ വിളിച്ചത് എങ്ങനെ? യാ അയ്യുഹൻ നബി ഇത്തഖില്ലാഹ വലാ തുതിൽ കാഫിരീന വൽ മുനാഫിഖീൻ. നബിയേ, യാ അയ്യുഹൽ മുസമ്മിൽ ഖും الليل إلا قليلا يا أيها المدثر قم فأنذر. അവിടേക്ക് യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നല്ലാതെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് പേര് കൊണ്ട് വിളിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹം കൊണ്ടാണ് അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ അത്രത്തോളം ആദരവാ. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയണം. നല്ലൊരു സദസ്സാണ്, ഹബീബിനെ കുറിച്ച് പറഞ്ഞ സദസ്സാണ്. അല്ലാഹു തആല നമുക്ക് ഹബീബിനെ യഥാർത്ഥത്തിൽ പ്രണയിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഹബീബിനോട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാക്കുക. എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂരുകാരനാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു കുട്ടി ഒരു സലാത്ത് മജ്ലിസ്, പള്ളിയിൽ ഒരു സലാത്ത് കഴിഞ്ഞിട്ട് ആ കുട്ടി അവിടെ ഉറങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ്, പള്ളിയിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ രാത്രിയിൽ ഈ കുട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ, കരയാൻ തുടങ്ങാൻ. ആ സമയത്ത് ആ പള്ളിയിലെ ഖത്തീബ് വന്നിട്ട് ചോദിച്ചു, എത്രേ മോനെ എന്തിനാ നീ കരയുന്നത്? ചെറിയൊരു കുട്ടിയാണ്, എന്തിനാ നീ കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എത്ര ഞാൻ റസൂലുള്ളാഹി തങ്ങളെന്ന് സ്വപ്നം കണ്ടതാ. അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു ആ കുട്ടി. ഇതിങ്ങനെ പറയുന്നത് കേട്ടാട്ടോ, ഇദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, അവരുടെ നാട്ടിൽ സംഭവിച്ചതാണ്. ഇതിന് തെളിവ് ചോദിക്കാൻ നിൽക്കണ്ട, ഹദീസിലുണ്ടോ ബുഖാരിയിലുണ്ടോ ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോ ഈ കുട്ടി പറഞ്ഞു, എത്ര ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടതാണ്. ഈ ഖത്തീബ് അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു കുഞ്ഞുമോൻ, ഇത്ര പോകുന്ന ഒരു കുഞ്ഞുമോൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. മോനെ നീ എന്താണ് ചെയ്യാറുള്ളത്?
എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്യാറുള്ളതെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, ഇത്ര ഞാൻ എല്ലാ ദിവസവും സ്വപ്നം കാണണമെന്ന് കരുതിയിട്ട് ഒരു 300 സ്വലാത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ചൊല്ലും. 300 സ്വലാത്ത് എല്ലാ ദിവസവും ഞാൻ ചൊല്ലും. അതുകൊണ്ട് അതാണ് എന്റെ ജീവിതത്തിലെ മുതൽ. ആലോചിക്കണം, എത്രയായാലും ഉള്ളത് നമ്മൾ പതിവാക്കി ചൊല്ലുക അല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത്, അള്ളാഹു എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്ന, നിത്യമായി ചെയ്യുന്ന ഇബാദത്തുകളാണ്, പതിവായി ചെയ്യുന്ന ഇബാദത്തുകളാണ്. അതുകൊണ്ട് എത്രയായാലും നമ്മളത് ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കണം. വല്ലാത്ത പവറാണ്. മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് വരികയാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്താണ് ആവശ്യം? എന്താണ്? ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതത്രേ, എന്റെ കുഞ്ഞുമോള് മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ യുവതിയായ മോള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മോളുടെ ബർസഖിയായ ജീവിതം, ഖബർ ജീവിതത്തെ കുറിച്ച് അറിയാൻ, അവളൊന്ന് സ്വപ്നം കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ മകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, യുവതിയായ മോളാണ്. അവളുടെ ഖബർ ജീവിതത്തെ കുറിച്ചറിയാൻ, അവിടുത്തെ വിശേഷം അറിയാൻ, അവളെന്ന് സ്വപ്നം കാണാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കടന്നു വന്ന ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുത്തേ, സ്വപ്നം കാണാനുള്ള വഴികൾ പഠിപ്പിച്ചു കൊടുത്തു. ആ ഉമ്മ അന്ന് ചെന്നുകൊണ്ട് വീട്ടിൽ വെച്ച് രാത്രി മുഴുവനും അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തിച്ച് ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാ. എന്റെ പൊന്നുമോളെ സ്വപ്നം കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ സ്വപ്നം കാണുന്നത്? ഞങ്ങളെ ഖബർ ജീവിതത്തിൽ നിന്ന് റഹ്മാനെ ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ആ പൊന്നുമോടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ഖബറിന്റെ കത്തിൽ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? കൈകളിലും മുഴുവനും നരകത്തിന്റെ തീവളയമാ, കാലുകളിലും നരകത്തിന്റെ തീവളയമാ, കഴുത്തിലും നരകത്തിന്റെ തീവളയമാണ്, ഹരയിലും നരകത്തിന്റെ തീവളയമാണ്. നാരകീയമായ ശിക്ഷയാണ് ഖബറിന്റെ കത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ശിക്ഷയാണ് ഈ മകൾക്ക്. കയ്യിലും കഴുത്തിലും കാലിലൊക്കെ നരകത്തിന്റെ തീ കൊണ്ടുള്ള വളയമാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഈ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. ഹസൻ തങ്ങളെ, ഹസൻ തങ്ങളെ, എന്റെ കുഞ്ഞുമോടവസ്ഥ വല്ലാത്ത കഷ്ടത്തിലാ. അവള് ശിക്ഷയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഖബറിന്റെ കത്ത് ശിക്ഷയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളെ കടന്നു പോവുകയാണ്. ദിവസങ്ങളെ കടന്നു പോയപ്പോ ഒരു ദിവസം അതാ പ്രിയപ്പെട്ടവര് ഒരു സുന്ദരിയായ പെണ്ണിനെ സ്വപ്നം കാണുകയാണ്. ആ സുന്ദരി പെണ്ണ് സ്വപ്നത്തില് കടന്നു വന്നുകൊണ്ട് റളിയല്ലാഹു ചോദിച്ചു, യാ ഹസൻ അമാ തഅരിഫുനി അമാ തഅരിഫുനി അമാ തഅരിഫുനി? ഹസൻ തങ്ങളെ, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഹസൻ തങ്ങളെ, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഹസൻ തങ്ങളെ, സർവ്വത്തിന്റെ കിരീടം ധരിച്ചുകൊണ്ട് ഒരു സുന്ദരിയായ പെണ്ണ് ഹസൻ തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹസൻ തങ്ങളെ, എന്നെ അറിയില്ലേ? ഹസൻ തങ്ങളെ, എന്നെ അറിയില്ലേ? ഹസൻ തങ്ങളെ. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചത്രേ, പെണ്ണേ നീ ഏതാണ്? പെണ്ണേ നീ ഏതാണ്? പെണ്ണേ. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, എന്റെ ഉമ്മയാണ്, എന്റെ ഉമ്മയാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് എന്നെയാണ് സ്വപ്നം കാണണമെന്ന് ആവശ്യപ്പെട്ടത്. ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ പൊന്നുമോളാണ് ഞാൻ, ആ ഉമ്മാന്റെ മോളാണ് ഞാൻ. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്രേ ഇങ്ങനെ സംഭവിച്ചത്? നിന്റെ ഉമ്മ വന്ന് പറഞ്ഞത്
നിനക്ക് വല്ലാത്ത ശിക്ഷയാണ്, കയ്യിലും കാലിലും കഴുത്തിലും അരയിലൊക്കെ നരകത്തിന്റെ തീവളയമാണ്. പക്ഷേ ഞാൻ കാണുമ്പോൾ നീ സ്വർഗത്തിന്റെ കിരീടം ധരിച്ച് വലിയ സ്വർഗീയ ആഡംബരത്തിലും അനുഭൂതിയുമാണല്ലോ പെണ്ണെ. എങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണ് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട ഹസനെ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത് ഹസനെ ബസരി റളിയല്ലാഹു അൻഹുവിനോടാ പെണ്ണ് പറഞ്ഞു കൊടുത്തത്, സംഘങ്ങളെ ഞങ്ങൾ ഈ ഖബർസ്ഥാനിൽ 550 പേരാണ്. 550 പേര് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മറവിട്ട് കിടക്കുന്ന ഖബർസ്ഥാനിയിൽ 550 ഖബറിലും ശിക്ഷയാണ്. 550 പേർക്കും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോ ആ വഴിയിലൂടെ ഒരു മനുഷ്യനെ കടന്നു വന്നപ്പോ ഈ കാണുന്ന ഖബറാളുകളുടെ പേര് ഒരേ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരേ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ കിടക്കുന്ന ഖബറാളുകൾക്ക് വേണ്ടി ആ മനുഷ്യൻ ഹദിയ ചെയ്തപ്പോ ആ ഒരൊറ്റ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് 550 പേരുടെ ഖബർ ശിക്ഷ അല്ലാഹു തആല എടുത്തു കളഞ്ഞിട്ട് സ്വർഗ്ഗത്തിന്റെ അനുഭൂതിയുള്ള അല്ലാഹു തആല ഒരുക്കി തന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതാണ്. ഒരൊറ്റ സ്വലാത്തിന് 550 പേരുടെ ഖബർ ശിക്ഷ ഉയർത്തി കളയാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും പിന്നീട് ഇനിയുള്ള ജീവിതം മുഴുവന് സ്വലാത്ത് കൊണ്ട് നിരതമാവട്ടെ, സ്വലാത്ത് കൊണ്ട് ധന്യമാവട്ടെ. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 550 പേരുടെ ഖബർ ശിക്ഷ ഉയർത്തി കളഞ്ഞുവെന്ന് ആ സ്ത്രീ വന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടതാണ്. ഒരു സ്വലാത്തിന് എത്രത്തോളം പവർ ഉണ്ടെങ്കിൽ ജീവിതം മുഴുവനും സ്വലാത്താവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.